മറിയം ഈ കാര്യങ്ങളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനം. മറിയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വിനയവും സ്നേഹവും പ്രാർത്ഥനയും സഹനമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. മെയ് മാസം സഭാമാതാവിൻ്റെ വണക്കമാസമായി ആചരിക്കുന്നു. ഈ മാസം പ്രത്യേകമായി പരിശുദ്ധ മറിയത്തെ സ്മരിക്കാനും അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കാനുമുള്ള ഒരു അനുഗ്രഹ സമയമാണ്. അമ്മ മറിയം വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയാണ്. ദൈവഹിതം പൂർണ്ണമായി സ്വീകരിച്ച് ജീവിച്ച അമ്മയുടെ ജീവിതം ഓരോ ക്രൈസ്തവർക്കും വഴികാട്ടിയാണ്. അമ്മ മറിയം യേശുവിൻ്റെ എല്ലാ ജീവിതഘട്ടങ്ങളിലും പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടായിരുന്നു. സന്തോഷ സമയത്തും ദുഃഖസമയത്തും അമ്മ ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം വിഷമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിന് പകരം മാതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ലോകത്തിലെ പല പ്രശ്നങ്ങളും ആശങ്കകളും നിറഞ്ഞ ജീവിതത്തിൽ അമ്മ മറിയം നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന സ്നേഹമുള്ള അമ്മയാണ്. കാനായിലെ കല്യാണ വിരുന്നിലെ പോലെ ഇന്നും അമ്മ നമ്മുടെ ആവശ്യങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മാതാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർക്കുമ്പോൾ അമ്മയുടെ ഗുണങ്ങളായ വിനയം, സഹനം, ക്ഷമ, പ്രാർത്ഥന എന്നിവ നമ്മുടെ ജീവിതത്തിൽ പകർന്ന് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴി നമ്മുടെ സമൂഹത്തിനും ഓരോ കുടുംബത്തിനും ആത്മീയ പുതുക്കലിൻ്റെ സമയമായി തീരട്ടെ.